ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ടോപ്പ് 12 SUVs ഏതൊക്കെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് 12 അന്ന് എനിക്കറിയില്ല, വെറുതെ രസമല്ലേ, ഇപ്പോഴും 10 നോക്കിയ ഒരു സുഖമില്ലല്ലോ. എനിവേ, നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഹൈറൈഡർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 9115 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2025 ഏപ്രിലിൽ 4642 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 4473 വാഹനങ്ങൾ, അതായത് ഓൾമോസ്റ്റ് ഡബിൾ വണ്ടികളുടെ വ്യത്യാസം. 96.36% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറൊരു വണ്ടി ഈ ലിസ്റ്റിലില്ല. ആൻഡ് ഹൈറൈഡർ പി അടുത്ത്, അതായത് ഈ വർഷം കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയപ്പോൾ തൊട്ടാണ് ഗ്രാൻഡ് വിറ്റാരയേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ അതിന് കൊടുത്തു തുടങ്ങിയത്. ചിലപ്പോൾ ഡിമാൻഡ് കൂടിയതുകൊണ്ടായിരിക്കും. എപ്പോഴും ടൊയോട്ടയും സുസുക്കി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും ടൊയോട്ടയുടെ പ്ലാനിലാണല്ലോ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഓരോന്നിനും ഡിമാൻഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ ഇത്രയും സെയിൽ ഇല്ല, അതായത് പ്രൊഡക്ഷൻ ഇല്ല. ഇനി അവിടെ അടുത്ത വണ്ടി മഹീന്ദ്രയുടെ താറും താർ റോക്സും ആണ്. ഇതിന് രണ്ടിനും കഴിഞ്ഞ മാസം 10459 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 ഏപ്രിലിൽ 10703 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. ഒരു വ്യത്യാസമില്ല, അതായത് 244 വാഹനങ്ങളുടെ വ്യത്യാസം. 2.28% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതിനാണ്. ആൻഡ് ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല, അതായത് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവർ കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. വണ്ടിക്ക് സെയിം ഡിമാൻഡാണ് വരുന്നത്. അവർക്കിപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് മഹീന്ദ്രയ്ക്ക് ഈ വണ്ടികളൊക്കെ വിൽക്കാൻ പറ്റുന്നത്. അതിപ്പോൾ ഇതിൻ്റെ കേസിലല്ല, ഒട്ടുമിക്ക എല്ലാ മഹീന്ദ്രയുടെ വണ്ടികൾ ഇങ്ങനെയാണ്. നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം കിയയുടെ സോണറ്റ് ആണ്. ഇതിനും കഴിഞ്ഞ മാസം 10537 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 8068 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2469 വാഹനങ്ങളുടെ വ്യത്യാസം. 30.6% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. 10,000 അടുത്ത് സെയിൽ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഈ അടുത്ത് തന്നെ വരും. അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം ആവും. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ പുതിയ വെന്യൂ കിട്ടി. അതുപോലെ തന്നെ K1 പ്ലാറ്റ്ഫോമിലേക്ക് ബേസ് ചെയ്ത് കുറച്ചും കൂടി ബോക്സി ഡിസൈനും കൂടുതൽ ഫീച്ചേഴ്സും ഒക്കെ ഇട്ടായിരിക്കും ഈ വണ്ടി ഇനി വരാൻ പോകുന്നത്. ആകപ്പാട് K2 പ്ലാറ്റ്ഫോമുള്ള ബാക്കിയുള്ള ഒരു വണ്ടി ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും മാറ്റി. പിന്നെ ക്രെറ്റയുണ്ട്. ക്രെറ്റയ്ക്ക് അടുത്ത വർഷം ജനറേഷൻ അപ്ഡേറ്റ് വരും. നമുക്കിപ്പോൾ സെൽറ്റോസിലും അടുത്ത പൊസിഷനിൽ നിൽക്കുന്ന സെൽറ്റോസാണ് 9th. ഇതിനിപ്പം K2 ആയിരുന്നവർ K3ലേക്ക് തട്ടിയല്ലോ. അതുപോലെ തന്നെ ക്രെറ്റ K3ലേക്ക് തട്ടും. സോണറ്റും അതുപോലെ വെന്യൂം അന്നേരം K1ലേക്കാണ് താഴ്ത്തിയിരിക്കുന്നത്. എനിവേ, നമ്മുടെ സെൽറ്റോസിന് കഴിഞ്ഞ മാസം 10566 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. സോണറ്റും സെൽറ്റോസും കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല. സെൽറ്റോസ് ഇപ്പോൾ ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ക്രെറ്റയെ പിടിക്കാൻ മാത്രം സെയിലായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു കേൾക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഇതിനൊരു 12-13 വരെയൊക്കെ സെയിൽ കയറി പോയിക്കൂടായികയില്ല എന്ന്. കാരണം നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ജസ്റ്റ് 6135 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 4431 വാഹനങ്ങളുടെ വ്യത്യാസം. 72.22% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സെൽറ്റോസ് ആണ്. അതുപോലെ തന്നെ ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ. ഇതും ഈ അടുത്ത ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. അപ്ഡേറ്റ് ആയി വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സെയിലിൽ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ മാസം 12420 വാഹനങ്ങൾ സെയിലാണ് വന്നത്. മിക്കവാറും ഒക്കെ തന്നെ മന്ത്ലി സെയിൽസ് 12,000 10,000 അതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ എന്തായാലും സെയിൽ കുറവായിരുന്നു. 7953 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ കമ്പയർ ചെയ്യുമ്പോൾ 4467 വാഹനങ്ങളുടെ വ്യത്യാസം. 56.17% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി വെന്യൂ ആണ്. നമ്മളിപ്പോൾ ഇയർ ഓൺ ഇയർ ബേസ് കമ്പയർ ചെയ്യുന്ന 2026 ഏപ്രിലും 2025 ഏപ്രിൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെ സ്റ്റാർട്ടിംഗ് ആണ്. സോ എങ്ങനെയാണ് ആ ഒരു ഇയർലി കമ്പാരിസണിൽ വ്യത്യാസം വരുന്നത് നമുക്കറിയാം. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13,703 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ആക്ച്വലി വലിയ വ്യത്യാസമൊന്നുമില്ല. മിക്ക മാസങ്ങളിൽ ഏകദേശം ഒന്നെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ 15,000 ആയിട്ടാണ് സെയിൽ കിട്ടാറുള്ളത്. ഇതിന് ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഏപ്രിൽ 2025 വാഹനത്തിൽ സെയിലൊന്നും വന്നിട്ടില്ല. കാരണം ഇത് അവരപ്പോൾ ഇറക്കിയിട്ടില്ല. എനിവേ, മാരുതി സെയിം ഗ്രാൻഡ് വിറ്റാരയുടെ അതേ സെഗ്മെൻറ്റിൽ തന്നെയാണ് ഈ വണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ടൊയോട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് സുസുക്കി അവരുടെ സ്വന്തം പ്ലാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അരീന ഡീലർഷിപ്പ് വഴി വിൽക്കുന്നു. അതാണ് വ്യത്യാസം. പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മിക്കവാറും ഹൈറൈഡറിലും ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഒരു അടുത്തൊരു 6 മാസത്തിനുള്ളിലെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടിത്തുടങ്ങേണ്ടതാണ്. നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,124 വാഹനങ്ങൾ സെയിലാണ് വന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 16,971 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 2,847 വാഹനങ്ങളുടെ വ്യത്യാസം. 16.78% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബ്രസ. പിന്നെ ഈ വണ്ടി കഴിഞ്ഞ മാസം ടോപ്പ് 10 വണ്ടികളുടെ ലിസ്റ്റിലായിരുന്നു. ജസ്റ്റ് മിസ്സാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ സ്കോർപ്പിയോ ആയിരുന്നു. ആൻഡ് അതിൻ്റെ താഴത്തായിട്ട് ഈ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ 11th പൊസിഷനായി പോയി. അല്ലെങ്കിൽ
ടോപ്പ് 10 കയറിയാണ്. സാധാരണ മിക്ക മാസങ്ങളും ബ്രസ ടോപ്പ് 10 ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളതാണ്. ഞാൻ ടോപ്പ് 10 SUVസിൻ്റെ കാര്യമില്ല പറഞ്ഞത്, അല്ലാതെ തന്നെ ടോപ്പ് 10 വണ്ടികൾ, ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടികളിലെ 10 വണ്ടികളുടെ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിലുള്ള സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും ആണ്. കഴിഞ്ഞ മാസം 14,719 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 15,534 വാഹനങ്ങൾ സെയിലാണ് വന്നത്. പറഞ്ഞു വരുമ്പം 815 വാഹനങ്ങളുടെ വ്യത്യാസം, 5.25% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നതും സ്കോർപിയോ സീരീസിലുള്ള വണ്ടികൾക്കാണ്. പക്ഷേ വലിയ കുഴപ്പമില്ല, 10,000-നടുത്ത് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ വണ്ടികളുടെ സെഗ്മെൻറ്റ് അനുസരിച്ച് അത്യാവശ്യം നല്ലതാണ്. ഞാനിത് എപ്പോഴും പറയുന്നുണ്ടെന്ന് എല്ലാവരും കുറ്റം പറയാറുണ്ട്, പക്ഷേ സംഭവം ഇതിങ്ങനെ ആയതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. എപ്പോഴും സെയിം ആൾക്കാർ തന്നെ വീഡിയോസ് എല്ലാം കാണണമെന്നില്ലല്ലോ. എനിക്കറിയാം കുറേ പേര് റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ടാവായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് പുതിയ ആൾക്കാർ വരുമ്പം ഇത്രയും സെയിൽ വരുന്നു എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇനി 4th പൊസിഷൻ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയും ക്രെറ്റ ഇലക്ട്രിക്കുമാണ്. ഇതിന് 15,291 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 2025 ഏപ്രിൽ 17,016 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു. 1,725 വാഹനങ്ങളുടെ വ്യത്യാസവും 10.14% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ബ്രസ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് മിക്കവാറൊക്കെ 17,000 to 18,000 കഴിഞ്ഞ ഒരു വർഷമായിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ മാസമാണ് ഇൻഫാക്ട് ഇതിന് വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് സെയിൽ ഉള്ളത്. എന്താ സംഭവം എന്നറിയില്ല, ചിലപ്പം ഈ പുതിയ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലാതെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ട് ഇതിന് സെയിൽ കുറഞ്ഞൊന്നുമല്ല. ഡിമാൻഡ് എന്തായാലും കുറയാൻ പോകുന്നില്ല. പിന്നെ അടുത്ത വർഷം ഇതിൻ്റെ പുതിയ ജനറേഷൻ വണ്ടിയും വരുമല്ലോ. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷൻ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ EV ആണ്. ഇതിന് കഴിഞ്ഞ മാസം 18,126 വാഹനങ്ങൾ സെയിലാണ് വന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 15,457 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 2,669 വാഹനങ്ങളുടെ വ്യത്യാസം, 17.27% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഭയങ്കര വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി നമ്മളങ്ങോട്ട്, അതായത് ടോപ്പ് 3 നോക്കുകയാണെങ്കിൽ സെയിൽസിൽ അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. 500-600 ആ റേഞ്ചിലൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 18,829 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 14,345 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 4,484 വാഹനങ്ങളുടെ വ്യത്യാസം, 31.26% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഗ്രോത്ത് റേറ്റ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ആൻഡ് നമ്മൾ വ്യത്യാസം എടുക്കുകയാണെങ്കിലും ഇവിടെ ഏകദേശം 700 വണ്ടികളുടെ താഴത്തായിട്ട് മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഫ്രോങ്സ് സെക്കൻഡിൽ നിൽക്കുന്നത്. ഇനി 1st പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി അത് ഏതാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ വലിയ സെയിൽസിൽ വ്യത്യാസമില്ല, വളരെ ചെറിയ മാർജിനിലാണ് 1st പൊസിഷനിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ടാറ്റയുടെ പഞ്ചും പഞ്ച് EV തന്നെയാണ്. 19,107 വാഹനങ്ങൾ സെയിലാണ് ഇതിന് വന്നത്. പറഞ്ഞു വരുമ്പോൾ നെക്സോണും പഞ്ചും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആകെപ്പാടെ 1000 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. പിന്നെ നെക്സോൺ ഇടയ്ക്ക് ചില മാസങ്ങളൊക്കെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആയതായിരുന്നു, അതായത് 1st പൊസിഷനിൽ. ഇപ്പോൾ എന്തായാലും പഞ്ചും ആവാൻ തുടങ്ങിയിട്ടുണ്ട്. 2024 പഞ്ച് കുറേ കാലം അടുപ്പിച്ച് വന്നതാണ്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് നമ്പർ 1ലേക്ക് വണ്ടി വരുന്നത്. എന്തായാലും വളരെ നല്ല കാര്യം. ഇത് SUVസിൻ്റെ കേസിലാണ് കേട്ടോ. ടോപ്പ് 10 വണ്ടികളുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ മാസം ഡിസയർ ആയിരുന്നു ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി. കമ്പയർ ചെയ്യുമ്പോൾ 2025 ഏപ്രിൽ 14,496 വാഹനങ്ങൾ സെയിലാണ് വന്നത്. വ്യത്യാസം 6,611 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 52.9% ആണ്. സോ നമ്മൾ നോക്കുമ്പം 4ാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന പഞ്ചിനാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 SUVസിൻ്റെ വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.